നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടാണ്. ഒരുപാട് പേര് റിലേഷൻഷിപ്പ് ഹീലിംഗുമായി ബന്ധപ്പെട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഒരുപാട് ഹീലിങ്സ് നമ്മൾ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ പർപ്പസ് ആണെങ്കിലും ഫൈനാൻഷ്യൽ ആണെങ്കിലും ഏത് തരത്തിലുള്ളതാണെങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പലപ്പോഴും റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ്. ഹീലിംഗ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഹീലിങ്ങിന് വേണ്ടി വരുന്നവരെ കൺവിൻസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യത്തെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കാൻ ശ്രമിക്കണം. അതുകൂടെ പറയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരുടെയും പ്രശ്നം വിവാഹത്തിന് ശേഷമുള്ള എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സാണ്. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെയുണ്ട്. എല്ലാവരും പുരുഷന്മാരെ മാത്രം ബ്ലെയിം ചെയ്യാണ് പലപ്പോഴും. അങ്ങനെയല്ല, സ്ത്രീകളിലും ഇത് കണ്ടുവരാറുണ്ട്, എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കോണ്ടാക്ട് ചെയ്ത് കരഞ്ഞ് ഒരുപാട് പരാതികളും സങ്കടങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് പറയാറുള്ളത്. പാർട്ട്ണർ തീരെ പരിഗണിക്കുന്നില്ല. ചിലർ പറയുന്നത് പാർട്ട്ണറിൻ്റെ അറിവോട് കൂടിയിട്ട് മറ്റൊരാളുടെ അടുത്ത് പോവുക, അവരെ അറിയിക്കുന്നുണ്ട്. അതായത് എനിക്ക് നിന്നേക്കാളും പ്രാമുഖ്യം മറ്റേയാളോടാണ് എന്ന് ഓപ്പണായിട്ട് പറയുമ്പോൾ അത് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പം എന്നെ വിളിച്ച് ചോദിക്കും, അതൊന്ന് ബ്രേക്കപ്പ് ആക്കി തന്ന് നമ്മുടെ റിലേഷൻ പഴയ പോലെ ആ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒന്ന് ശരിയാക്കി തരുമെന്ന് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ 10 വർഷമായിട്ട് പ്രണയത്തിലാണ്, പക്ഷെ 2 മാസമായി ആളിപ്പം പഴയ അത്ര ഒരു പരിഗണന തരുന്നില്ല, പഴയ പോലെ കെയർ ചെയ്യുന്നില്ല, പഴയ പോലെ സംസാരിക്കുന്നില്ല. ഒരു മൂന്നാമതൊരാൾ ഞങ്ങളുടെ ഇടയിൽ വരുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയുക. അതായത് ലവിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്, ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു. ഇതിന് സയൻറ്റിഫിക്കലിയും സ്പിരിച്വലിയും ഒരു കണക്ഷനുണ്ട്. സത്യം പറഞ്ഞാൽ സയൻസും സ്പിരിച്വാലിറ്റിയും ഒന്ന് തന്നെയാണ്, പക്ഷെ നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളം അതിനെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് പോളിഗാമിയാണ്. അതായത് ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം സോൾ കോൺട്രാക്റ്റ് ആണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നെനിക്കറിയാം. പക്ഷേ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എടുത്തു പറയേണ്ടുന്ന കാര്യം, നമ്മൾ പോളിഗാമി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ഒന്നിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും ആരോ അറിയാതെ മറ്റൊരാൾ അപ്പുറത്തുണ്ട് എന്നല്ല പറഞ്ഞു വരുന്നത്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നല്ല നല്ല യാത്രകൾ പോവുക, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ, അതായത് നിങ്ങളും പാർട്ട്ണറുടെ ഇടയിൽ സംസാരിച്ച് തീർക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മളും പാർട്ട്ണറും കൂടെ സംസാരിച്ച് തീർക്കേണ്ടുന്ന ഒരു കാര്യത്തെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയാം. അത് മാക്സിമം വഷളാക്കി തരും. സോ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കഴിയുന്നത്ര പാർട്ട്നേഴ്സ് തമ്മിലാക്കാൻ നോക്കുക. അതുപോലെ യാത്രകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ റിലേഷൻഷിപ്പിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ പലരുടെ ഇടയിൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതുപോലെ കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ള സ്നേഹമാണ് പലരുടെ ഇടയിലുള്ളത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും? മടുപ്പ് വരും. ഈ മടുപ്പ് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിന്, ഈവൻ നമ്മുടെ സോളാണെങ്കിലും നമ്മുടെ മൈൻഡ് ആണെങ്കിലും തേടിക്കൊണ്ടിരിക്കുക ദി ബെസ്റ്റ്. എപ്പോഴും നമുക്ക് നമ്മളെ കംഫർട്ടാക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും മറ്റെന്തിനേക്കാളും നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. സോ സ്ത്രീകളെ സംബന്ധിച്ച് അവർ നോക്കുക, അവർക്ക് ഇമോഷണലി മെൻ്റലി സപ്പോർട്ട് തരുന്നവൻ ആരാണോ, അവരെ കേൾക്കുന്നവൻ ആരാണോ, അവരിലേക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഡൈവേർട്ട് ചെയ്ത് പോകും. പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് പുതിയ പുതിയ ഇഷ്ടങ്ങളാണ് പുരുഷന്മാരെ സംബന്ധിച്ചിട്ടുള്ളത്. അവരുടെ അടുത്തും
ഈ പറഞ്ഞ പോലെ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലൊരു അപ്രോച്ച് ഇല്ല, വൈഫിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വൈഫ് പഴയ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇതിലും നല്ലത് മറ്റൊന്നാണ് എന്ന് തേടാനുള്ളൊരു മൈൻഡ് പുരുഷന്മാർക്ക് സ്വമേധയാ സ്ത്രീകളെക്കാളും കൂടുതലാണ്. ഇതുള്ളത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ പുതിയ ആള്, അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ റിലേഷൻഷിപ്പിൽ വരികയാണ് ചെയ്യുന്നത്. പക്ഷേ സ്പിരിച്വലി എടുക്കുന്ന സമയത്ത് ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങളും ഞാനും തമ്മിലൊരു സോൾ കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നത് പോലും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ വ്യക്തികളും എന്ന് പറയുമ്പോൾ അത് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. നമ്മളെ സഹായിക്കാൻ വരുന്നവരാവാം, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവർ പോലും നമ്മളുമായിട്ട് സോൾ കോൺട്രാക്റ്റ് ഉള്ളതാണ്. സോ അതുപോലെ തന്നെ സോൾ കോൺട്രാക്റ്റ് ആണ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് മനസ്സിലാക്കണം. എനിക്ക് ഉറപ്പാണ്, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ആണെങ്കിലും വീഡിയോൻ്റെ താഴെയാണെങ്കിലും അത്യാവശ്യം നല്ല നെഗറ്റീവ് കമൻറ്റ്സ് വരും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഏതെങ്കിലും ഒരു പാസ്റ്റ് ലൈഫിൽ ഫുൾഫിൽ ആവാതെ പോയ പ്രണയമാവാം, അല്ലെങ്കിൽ ജീവിച്ച് കൊതുതീരാതെ പിന്മാറിപ്പോയ ഹസ്ബൻഡ് വൈഫ്സ് ആവാം ആ സോൾസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കർമ്മ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി അവരുടെ ലൈഫിലേക്ക് വരുന്ന സോൾസ് ആണ് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം, എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക. അതേ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുന്നു എന്നുള്ളത്. ആ ഒരു മൂന്നാമതായി വരുന്ന ആളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലെസൺ പഠിക്കാനുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു ലെസൺ, ഒരു ട്രിഗർ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടായിരിക്കും ആ വ്യക്തി വരുന്നുണ്ടാവാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ അനലൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ ഒന്നോ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു സോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ഹീലിങ്ങിന് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയിട്ടുള്ളത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ഇതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സ്പിരിച്വലി കുറച്ചൊരു അറിവും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ സോൾ കോൺട്രാക്റ്റിനൊക്കെ പറ്റി പറയുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ തീരെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ പറയും, നിങ്ങൾ എന്താ ഈ പറയുന്നേ, ഞാൻ മിണ്ടാതിരിക്കുകയാണോ ചെയ്യേണ്ടത് അദ്ദേഹം പോകുന്ന സമയത്ത് എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. മിണ്ടാതിരിക്കണം എന്നല്ല പറയുന്നത്, മറിച്ച് എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ സിറ്റുവേഷൻ വന്നു എന്ന് അനലൈസ് ചെയ്യാം. നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം കാലം നിൽക്കാൻ ശ്രമിക്കണം. എന്തെങ്കിലും ഒരു ജോലി നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായിരിക്കണം. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ പഠിക്കണം. ആരിൽ നമ്മൾ ഡിപ്പെൻഡഡ് ആവരുത് എന്ന വലിയൊരു ലെസണാണ് പലപ്പോഴും പല റിലേഷൻഷിപ്പിലും നമുക്ക് പഠിക്കാനുണ്ടാകാം. സോ അനലൈസ് ചെയ്യുക നിങ്ങളുടെ ലൈഫിനെ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന്. എവിടെയാണ് നിങ്ങൾ വീക്കായിട്ടുള്ളതെന്ന് നോക്കുക. അതിനെ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുക. താങ്ക് യു.